നമസ്കാരം. പുഷ്പനെ അറിയാമോ, നമ്മുടെ പുഷ്പനെ അറിയാമോ, പുഷ്പനെ അറിയാമോ, നമ്മുടെ പുഷ്പനെ അറിയാമോ. പക്ഷേ ഈ ഗാനം കേട്ടിട്ടില്ലാത്ത മലയാളികൾ കുറവായിരിക്കും. അത്രമാത്രം പുഷ്പൻ കേരളത്തിൽ പ്രശസ്തനായതുകൊണ്ടല്ല. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഏതൊരു സമ്മേളനം നടന്നാലും, അത് ലോക്കൽ സമ്മേളനമായിരുന്നാൽ പോലും, അല്ലെങ്കിൽ PB സമ്മേളനം അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനം നടന്നാൽ പോലും അവിടെയൊക്കെ മുഴങ്ങി കേൾക്കുന്ന പാട്ട് ഇതാണ്. അപ്പോൾ കഴിഞ്ഞ എത്രയോ വർഷം കൊണ്ട് പുഷ്പനെ വച്ചിട്ടാണ് ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഈ പുഷ്പനെ പാട്ടില്ലെങ്കിൽ പിന്നെ റഷ്യയിലെ സഖാക്കളെ ഉദ്ധരിച്ച് പാടിയ പാട്ട്, അല്ലെങ്കിൽ ക്യൂബയിലെ സഖാക്കളെ ഉദ്ധരിച്ച് പാടിയ പാട്ട്, അല്ലെങ്കിൽ മണ്ടേലെ ഉദ്ധരിച്ച് പാടിയ പാട്ട്, ഇതൊക്കെ ഉള്ളവർക്ക്. കാരണം വേറൊന്നും അവരുടെ കൈവശമില്ല. അതുകൊണ്ടാണ് ഇന്ന് അന്തരിച്ച പുഷ്പനോട് വളരെ ആരാധന തോന്നുന്നത്. ടാഡസ്കഫലി സ്വാദം ചുള്ള ചായക്കൊപ്പം ചൂടുള്ള വാർത്തകൾ. പുഷ്പൻ എന്ന് പറയുന്ന രക്തസാക്ഷി, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയുടെ അവർക്ക് കിട്ടിയ മൈലേജ് എത്രയാണെന്ന് അറിയാം. കൂത്തുപറമ്പ് രക്തസാക്ഷികളിൽ ജീവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ മരിച്ചതുപോലെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിനെ കൊണ്ടു നടന്ന് ആകാവുന്നത്ര വോട്ട് നേടി, ആകാവുന്നത്ര ജനസ്വാധീനം നേടി. തീർച്ചയായിട്ടും ഈ പുഷ്പനെ അറിയാമോ, പുഷ്പനെ അറിയാമോ എന്ന കവിത അല്ലെങ്കിൽ ആ പാട്ടുണ്ടാക്കിയത് ആരാണെന്നറിയില്ല. പക്ഷെ അതിൽ പറയുന്ന ഒരു വരി വളരെ വിചിത്രമാണ്, അല്ലെങ്കിൽ വളരെ പരിഹാസ്യം നിറഞ്ഞാണ്. ആ സഖാവിനെ അറിയാമോ, അല്ലെങ്കിൽ ആ സമര ഗാഥ അറിയാമോ എന്നാണ് ചോദിക്കുന്നത്. കൂത്തുപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം അന്ന് MP രാഘവൻ വരികയും അവിടെ ഇദ്ദേഹത്തെ തടയാൻ CPM പ്രവർത്തകർ റെഡിയായി നിൽക്കുകയും ചെയ്യുന്ന ഒരു ഇൻ്റലിജൻസ് വിവരം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും രാഘവൻ അങ്ങോട്ട് പോകാൻ നിർബന്ധം പിടിച്ചു. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അല്ലെങ്കിൽ അന്നത്തെ CPM ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് നേതാക്കളും അണികളുമില്ല. അന്നുണ്ടായിരുന്ന എല്ലാ സഖാക്കളാണ്. ഇന്നത്തെ പോലെ മകൾക്ക് വേണ്ടി, മകൾ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി എന്ത് നെറികേടും കാണിക്കുന്ന, അല്ലെങ്കിൽ സ്വപ്നം പൊട്ടിക്കുന്നവരുമായിട്ട് ബന്ധമുള്ള നേതാക്കളൊന്നും അന്ന് പാർട്ടിയിലുണ്ടായിരുന്നു. അന്ന് മനുഷ്യരായിരുന്നു പാർട്ടിയിലുണ്ടായിരുന്നത്. ഇന്ന് പണക്കാരും കൊള്ളക്കാരും മാഫിയ സംഘങ്ങളുമാണ് പാർട്ടിയിൽ നിന്നിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യാസം മാത്രം. അണികൾ എന്നും മുദ്രാവാക്യം വിളിക്കാനും പോസ്റ്റ് ഒട്ടിക്കാനും കൊടി പിടിക്കാനും വേണ്ടി മാത്രമുള്ള ഒരു വിഭാഗമായി ഈ CPM കണ്ണൂർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ തരംതിരിവിന് മുമ്പായിരുന്നു ഈ കാലഘട്ടം. അന്ന് സഖാവായിരുന്നു, അന്ന് ഒരു ആവേശമായിരുന്നു, സമരജ്വാലയായിരുന്നു. അന്ന് അന്തസ്സുള്ളവരായിരുന്നു സഖാക്കൾ. അവരെ നയിച്ചിരുന്നതും അന്തസ്സുള്ള ആൾക്കാരാണ്. ഇന്നത്തെ പോലത്തെ നപുംസകങ്ങളായിരുന്നില്ല അന്ന് നേതാക്കളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുഷ്പനെ പോലെയുള്ളവർ അത് നെഞ്ചും വിരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തെ തടയുമെന്നുള്ളൊരു തീരുമാനം വന്നപ്പോൾ നെഞ്ചും വിരിച്ച് അതിനകത്തോട്ട് പോയി നിന്നു. അവിടെ ഒരു വെടിവെപ്പ് ഉണ്ടാകുമെന്നും അത് ഒരു പക്ഷേ കേരള ചരിത്രത്തിലെ ഒരു മോശം ദിനമായിരിക്കുമെന്നൊന്നും ആരും വിചാരിക്കുന്നില്ല. പക്ഷെ ഇവർ ഒരു പക്ഷേ അന്ന് CPM ഈ ഇന്നത്തെ കിരീടം വയ്ക്കാത്ത രാജാവ്, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ണൂരിൻ്റെ നിയന്ത്രണത്തിലുള്ള, അദ്ദേഹത്തിന് നിയന്ത്രണത്തിലാണ് കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടി മൊത്തം. അദ്ദേഹത്തിന് ഒരുപക്ഷെ അറിവുണ്ടാവും ഇങ്ങനെ ഒരു സംഭവം ഒരുപക്ഷെ നടക്കുമെന്ന്. ഭക്കിം ബത്തേരി എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പക്ഷേ വെടിവെക്കാൻ ഓർഡർ ഇടുമെന്നും അതിൽ എന്തെങ്കിലും ഒരുപക്ഷെ സഖാക്കൾക്ക് ജീവാപായം സംഭവിച്ചേക്കാമെന്ന് അദ്ദേഹത്തിന് ഒരുപക്ഷെ അറിവുണ്ടാവും. പക്ഷെ അദ്ദേഹം അത് മറച്ചു വെച്ചു. അതാണ് ഇദ്ദേഹത്തിന് ഈ 4 പേരുടെ മരണത്തിൽ ഈ 5ാമത്തെ രക്തസാക്ഷിയായി, ഇത്രയും നാൾ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി ഇത്രയും നാൾ ജീവിക്കേണ്ടി വന്നു. വളരെ സഹതാപം തോന്നുന്നു പുഷ്പൻ എന്ന മനുഷ്യനോട്, പുഷ്പൻ എന്ന വ്യക്തിയോട്. 1000 പ്രാവശ്യം അദ്ദേഹം ആ പരസഹായമില്ലാതെ ആ കിടക്കയിൽ നിന്ന് കരഞ്ഞിട്ടുണ്ടാകും, എന്തിനു ജീവിക്കുന്നു. ഏറ്റവും വിചിത്രമായ ഒരു വീഡിയോ ഞാൻ ഇടയ്ക്ക് വെച്ച് കണ്ടിരുന്നു. ഈ പുഷ്പനെ അറിയാമോ എന്നുള്ളൊരു പാട്ട് കുറച്ച് സ്കൂൾ കുട്ടികൾ ഇദ്ദേഹം കിടക്കക്കരികിൽ വന്ന് അവതരിപ്പിക്കുകയാണ്. അവർ പാട്ട് പാടി, അവർക്കറിയില്ല എന്താണ് സംഭവിച്ചതെന്ന്. കാരണം 8 or 10 വയസ്സുള്ള സ്കൂൾ കുട്ടികളാണ്. അങ്ങനെ ഒരു കൂത്തുപറമ്പ് ഒരു വെടിവെപ്പുണ്ടെന്നോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നോ, അതിൻ്റെ ഇരയാണ് ഈ പുഷ്പനെന്നോ അവർക്കൊന്നും അറിയില്ല. പക്ഷെ അത് നോക്കിക്കൊണ്ട് കിടക്കുന്ന പുഷ്പൻ എന്ന മനുഷ്യജീവിയോട് കരുണയുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. അത് ഒരു വളരെ താങ്ങാനാവാത്തൊരു കാഴ്ചയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് കാണിക്കുന്ന അന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും, എന്തിനിങ്ങനെ ജീവിക്കുന്നു. തന്നെ വിറ്റ് തൻ്റെ പേരിൽ പൈസ ഉണ്ടാക്കുകയും, തൻ്റെ പേരിൽ കാറുകൾ വാങ്ങുകയും, തൻ്റെ പേരിൽ മക്കൾക്ക് കോടിക്കണക്കിന് രൂപയുടെ വിദ്യാഭ്യാസം, വിദേശ വിദ്യാഭ്യാസവും വിദേശ ബാങ്കുകളിൽ ജോലി നേടിക്കൊടുക്കുകയും, മകൾക്ക് ബാംഗ്ലൂർ IT കമ്പനി തുടങ്ങാൻ സഹായിക്കുകയൊക്കെ ചെയ്തിട്ട് ഈ കൂടെ എവിടെയെങ്കിലും പാർട്ടി സമ്മേളനം വരുമ്പോൾ പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കുന്ന ഒരു ലജ്ജയിലേക്ക്. അദ്ദേഹം മനുഷ്യനാണ്, അദ്ദേഹത്തിന് ചിന്താശേഷിയുണ്ട്, ചലനശേഷി ഇല്ലെന്ന് മാത്രമേ. അദ്ദേഹം ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു കാണും, എന്തിനു വേണ്ടിയായിരുന്നു അന്ന് ആ തോക്കിന് മുമ്പിൽ പോയി നിന്നത്, അല്ലെങ്കിൽ ആ പ്രകടനത്തിന് മുന്നിൽ പോയി നിന്നത്. താൻ ഇന്ന് ജീവച്ഛവം പോലെ കിടക്കുന്നു. തൻ്റെ കുടുംബത്തിന് പാർട്ടി വളരെ വലിയൊരു തുകയാണ് രക്തസാക്ഷികൾക്ക് വേണ്ടി പാർട്ടി പിരിച്ചത്. കേരളത്തിൽ ആകമാനം പിരിവിടണം. അന്ന് വിദേശത്തുള്ള മലയാളികളും സഹായിച്ചു. കോടിക്കണക്കിന് രൂപ, അന്നത്തെ കാര്യത്തിൽ ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ പേരിൽ വന്നിട്ടുണ്ട്.
പുഷ്പനൊരു വീട് വെച്ച് കൊടുത്തു. പുഷ്പൻ്റെ ജീവിതകാലമുള്ള ചെലവ് മുടക്കും. അത് പറഞ്ഞു വരുമ്പോഴാണ് ഈ അഭിമന്യു എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴും ഇവരുമായിട്ട് ഏറ്റവും കൂടുതൽ അവരുടെ കൊലയാളികൾ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞില്ലെന്നാണ്. ഇവിടെ മൂക്കിൻ തുമ്പിലൂടെയാണ് അഭിമന്യുവിൻ്റെ കൊലപാതകം നടക്കുന്നത്. ഈ അഭിമന്യുവിന് വേണ്ടിയിട്ട് ഒരു പാർട്ടി ഒരു 3 കോടി രൂപ 4 കോടി രൂപയോളം പിരിച്ചെടുത്തു. എന്നിട്ട് അഭിമന്യുവിന് ഒരു 15 ലക്ഷം രൂപയുടെ വീട് വെച്ച് കൊടുത്തു. സഹോദരിയുടെ പേരിൽ ഒരു 10 ലക്ഷമോ 15 ലക്ഷമോ ബാങ്കിലിട്ടു. ബാക്കി പൈസ മൊത്തം ഇവർ വെട്ടി വിഴുങ്ങുകയാണ്. ഓരോ രക്തസാക്ഷികളും വരുമ്പോൾ ഈ ഓരോ പാർട്ടികളും, അത് ഒരു പാർട്ടി എന്നല്ല, ഈ കാസർഗോഡ് കൊല്ലപ്പെട്ട 2 കോൺഗ്രസ് പ്രവർത്തകർ, കൃപേഷ് എന്ന് പറയുന്ന മറ്റേ അവരുടെ പേരിൽ കോൺഗ്രസ് പാർട്ടി പിരിച്ചെത്രയാണ്. ഓരോ രക്തസാക്ഷികളും വരുമ്പോൾ കേരളത്തിലെ പാർട്ടികൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഏറ്റവും സങ്കടകരമായ കാര്യം, ഇനി ചിലപ്പോൾ ഒരു പക്ഷേ ഈ ശവത്തിനെ വെച്ച് തന്നെ ഇവർ അടുത്ത സംസ്ഥാന സമ്മേളനവും ബ്രാഞ്ച് സമ്മേളനവും നടക്കുകയാണ്. ഇപ്പോൾ മിക്കവാറും ഈ പാട്ട് തന്നെ ആയിരിക്കും. പുഷ്പനെ അറിയാമോ, നമ്മുടെ പുഷ്പനെ അറിയാമോ, അസഹാവിനെ അറിയാമോ, സമരഗാഥ അറിയാമോ. എന്ത് സമരഗാഥ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതൊന്നുമല്ല. ഒരു വെറുമൊരു ലാത്തി ചാർജിൽ ഒതുങ്ങേണ്ട കാര്യങ്ങളെ വളരെ സങ്കീർണമായിട്ട് ഇവിടെ വരെ എത്തിച്ച് ഒരു മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്ത് കഴിഞ്ഞ കുറേ നാളിൽ ശൈലിട്ടതിൻ്റെ സ്മരണ ആചരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ ആ ശവം കൊണ്ട് ഘോഷയാത്ര നടത്തും. അതിനും മടിക്കില്ല ഈ പരുഷ കൂട്ടങ്ങൾ. അത്രയ്ക്കും നെറികെട്ട കൂട്ടങ്ങളാണ് നേതാക്കളെന്ന് പറഞ്ഞ് ചമഞ്ഞിരിക്കുന്നവർ. അന്തസ് തെറ്റാവുന്നതല്ലേ, വാക്ക് തെറ്റാതെ സല്യൂട്ട് അടിച്ച് വിളിക്കാവുന്ന ഒരു സഖാവായിരുന്നു പുഷ്പൻ, അല്ലെങ്കിൽ അന്നത്തെ നേതാക്കൾ. ഇന്ന് ആരാണ് സഖാക്കൾ എന്ന് പറയുന്നത്? സ്വർണം പൊട്ടിക്കുന്നവർ, വിദേശത്ത് നിന്ന് സ്വർണം കടത്തിക്കൊണ്ടുവരുന്നവർ, മക്കൾക്ക് ബാംഗ്ലൂർ IT കമ്പനി തുടങ്ങാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുന്നവർ, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കാനുള്ള പേരിൽ എല്ലാം മറച്ചു വെക്കുന്നവർ. ഇതാണ് ഇന്നത്തെ ആ പാർട്ടിയുടെ തലപ്പത്ത് നിസ്സഹായാവസ്ഥ. ഒരുപക്ഷെ പുഷ്പൻ ഭാഗ്യവാനാണ്. ഏതാണ്ട് അന്ത്യകൂദാശ കൊടുക്കാറായ കേരളത്തിലെ ഈ പാർട്ടിയുടെ അന്ത്യകൂദാശ കാണേണ്ടി വന്നില്ലല്ലോ. അതിൽ നമുക്ക് പുഷ്പന് ഒരുപക്ഷെ അഭിമാനിക്കാം. അങ്ങ് സ്വർഗത്തിലിരുന്ന് അദ്ദേഹം സ്വർഗത്തിലേക്ക് പോകും. അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം അദ്ദേഹം ഈ കേരള ഭൂമിയിലിരുന്ന് അനുഭവിച്ചു. അദ്ദേഹം കാണുന്നുണ്ടാവും ഈ കയ്യാമം വെച്ച് നടത്തിക്കുന്ന അദ്ദേഹം ദൈവത്തെ പോലെ മാലയിട്ട് പൂജിച്ച നേതാക്കളെ നാളെ കയ്യാമം വെച്ച് നടത്തുന്നു. അത് വളരെ വിദൂരമല്ല. പക്ഷെ എന്തായാലും ജീവിച്ചിരിക്കുന്ന പുഷ്പനേക്കാൾ അവർക്ക് ആവശ്യം മരിച്ചുപോയ പുഷ്പനെയാണ്. സഖാവ് എന്ന് പറയുന്ന പേരിനൊരു അർത്ഥമുണ്ടെങ്കിൽ അതിന് അർഹനാണ് പുഷ്പനും അന്ന് കൂത്തുപറമ്പ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവർ. അക്ഷരം തെറ്റാതെ അന്തസ്സോടെ അഭിമാനത്തോടെ വിളിക്കാം സഖാവ് പുഷ്പനം. അപ്പോൾ സഖാവ് പുഷ്പന് അഭിവാദ്യങ്ങൾ. വീണ്ടും കാണാം. ചൂടുള്ള ചായക്ക്.